യെസ് കണ്ടന്റ്. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന തന്നെ അതൊരു എനിക്ക് കണ്ടന്റ് ആയിട്ടാണ്. ഇങ്ങനൊരു ചോദ്യം ആമിനയിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായി. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ദേഷ്യമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി. പ്രതീക്ഷിച്ചത് എന്ന് വെച്ചാൽ അനീഷാണ്. സോ അനുമോള് വിന്നറായി. ഓക്കെ, ബിഗ് ബോസിന് ശേഷമുള്ള റീ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നൈസ്. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പോയതൊന്നും അല്ല. നമ്മൾ കയറി 2 ദിവസം നിന്ന് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞു തിരിച്ചു വന്നു. ബാക്കി പലരും റീ എൻട്രിക്ക് കയറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയത്. യെസ് കണ്ടന്റ്. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന തന്നെ അതൊരു എനിക്ക് കണ്ടന്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്തിനാണ് വെറുതെ മനഃപൂർവ്വം ഈ വഴക്ക് പിടിക്കുക, അടി പിടിക്കുക? എനിക്കത് പറ്റൂല. അത് മറ്റുള്ളവർ അവരുടെ മനസ്സിനേറ്റ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അവരെ കുറ്റപ്പെടുത്തുമല്ല. അവരുടെ മനസ്സിനേറ്റ പ്രശ്നങ്ങൾ അവരത് വിട്ട് കാണത്തില്ല. അത് അവർ ചോദിക്കാൻ കിട്ടിയ അവസരമാണ്. ചോദിക്കാൻ കിട്ടുന്ന അവസരത്തിലാണ് അവർ ചോദിക്കുക. അല്ലാതെ ചോദിക്കാൻ ഒരു അവസരം കിട്ടിയില്ല, പിന്നെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ചില ആളുകളുണ്ട് ആ അവസരം കിട്ടട്ടെ നോക്കിയിരിക്കും. അതൊരിക്കലും തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവിടെ പോയി പാട്ടുപാടി ഡാൻസ് കളിച്ചു, തിരിച്ചു വന്നു. സന്തോഷം. ചേച്ചി ഇപ്പൊ ഭയങ്കര ബിസി ആണല്ലോ. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷമാണ് അത്ര ബിസി ആവാൻ തുടങ്ങിയത്. നല്ല ബിസിയാണ്. നേരത്തെ ബിസി ഉണ്ടായിരുന്നു, പക്ഷെ ആ ബിസിക്ക് ഒരു എന്താ പറയാ, എവിടെയോ എന്തോ ഒരു എവിടെയോ എന്തൊരു തകരാറുണ്ടായിരുന്നു. സോ ഇപ്പൊ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി ബിഗ് ബോസ്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഒന്നും കൂടെ എന്തോ ഞാൻ എന്നെ തന്നെയാണ് എല്ലാവരും ഓടി വരിക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഭയങ്കര എന്നെ രേണു ചേച്ചി എന്നൊക്കെ പറഞ്ഞ, നേരത്തെ സുചേട്ടന്റെ വൈഫ് രേണു ചേച്ചി, ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് രേണു സുധി. സുചേട്ടന്റെ വൈഫ് തന്നെയാണ്, എന്നാലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നമ്മുടെ അനുമോള് വിന്നർ ആയതിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാ? സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നത് സന്തോഷം. ചേച്ചി ആര് വിന്നറാക്കും എന്നാ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് വെച്ചാൽ അനീഷാണ്. സോ അനുമോള് വിന്നറായി. സന്തോഷം ആണ്. ഡിസേർവിംഗ് ആരായിരുന്നു? അനീഷായിരുന്നോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിമേഴ്സിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലേ. നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ റിയാലിറ്റി ഷോ അല്ലാതെ നേരത്തെ അതിന് മുന്നുള്ള ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആള് വിന്നറായില്ല, വേറെ ആളാണ് വിന്നറായത്. പണ്ടത്തെ ജിൻസ് എന്ന് പറഞ്ഞ ജിൻസ് ഗോപിനാഥ്, പണ്ട് ഭയങ്കര ഫാനായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ മിണ്ടുമൊക്കെ ചെയ്ത് സൂചേട്ടനോ ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം ജിൻസ് വിന്നറാവില്ല. പക്ഷെ ലാസ്റ്റ് ജിൻസ് വന്ന് ജിൻസ് പോയി കഴിഞ്ഞ് വേറെ എനിക്ക് വന്ന ആരായിരുന്നു അന്നത്തെ വിന്നർ ഓർമ്മയുണ്ടോ? ഐഡിയ സ്റ്റാർ സിംഗർ 2007 ഐഡിയ സ്റ്റാർ സിംഗർ ജിൻസ് ഗോപിനാഥിന്റെ. അന്നൊക്കെ നിങ്ങളില്ല, നിങ്ങൾ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ജനിച്ചിട്ടുണ്ട്, കുഞ്ഞു ഭാവയാണ്. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും വിന്നർ. പ്രേക്ഷകരുടെ വിധി പ്രകാരം, വിധി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ വിധിയല്ല, വിധി പ്രകാരം വോട്ട് ചെയ്ത ആളായിരിക്കും വിന്നർ അല്ലേ? അങ്ങനെ പലരും പറയുന്നു ഇത്തവണ അർഹിക്കാത്ത ഒരു അവാർഡാണ് കൊടുത്തത്. പലരും പറയട്ടെ, ഞാൻ എന്തായാലും പറയുന്നില്ല. ഞാൻ സന്തോഷം എന്ന് മാത്രമേ പറയത്തുള്ളൂ. പലരും പറയട്ടെ. നമ്മളിപ്പോ പലരും പറയുന്നത് വെച്ച് നമുക്ക് എന്തും പറയാമെന്നുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതേ നമ്മൾ പറയുള്ളൂ. യെസ്. അതെ ചേച്ചി, നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ചേച്ചിക്ക് എനിക്കായിരുന്നു ഫുൾ ബാഡ് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ചേച്ചിനോട് എന്തിനാ ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ ഫുള്ള് സൈബർ ബുള്ളിങ് ആയാലും ഫുൾ കമന്റ്സ് ആയാലും ഫുള്ള് എനിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ചിലവർക്ക് ഒരു ചിന്തയുണ്ട് അത് സ്ക്രിപ്റ്റഡ് ആണോ, പക്ഷെ അത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. എനിക്ക് ആമിനയുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. പിന്നെ ആ സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് പ്രതികരിക്കും. ഇപ്പൊ ആമിനയല്ല, ആരാണെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനത്തെ അമ്മാതിരി ചോദ്യം ചോദിച്ചാൽ രേണു സുധി പ്രതികരിച്ചിരിക്കും. ചിലവരുടെയൊക്കെ എൻ്റെ അടുത്ത് കമന്റ് ഞാൻ കണ്ട് സ്ക്രിപ്റ്റഡ് ആണോ ഇത് അയ്യോ എന്നിട്ട് കൊളാബ് ചെയ്ത്. എനിക്ക് കൊളാബ് ചെയ്തായിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ ചാനൽ മെയിൻ സ്ട്രീം വണ്ണിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ കൊളാബ് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഇപ്പം എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പ്രേക്ഷകരെ. എനിക്ക് ഈ കുട്ടിയുടെ അടുത്ത് വ്യക്തിപരമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പം വന്നപ്പോഴും ഞാൻ മിണ്ടിയില്ല. ഞാൻ അങ്ങനെയാണ്. അതന്ന് അവിടെ കഴിഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് നല്ല കലിപ്പുണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ തീർക്കുകയും ചെയ്തു. അത് അതോടുകൂടി കഴിഞ്ഞു. അന്ന് ഞാനും ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചെന്നല്ല, പക്ഷെ ഇത്രയും നെഗറ്റീവ് ആവുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ നോർമൽ ചോദിച്ചൊരു കാര്യം വിചാരം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആകേണ്ട കാര്യമില്ല. കാരണം എല്ലാം ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആവോ? ഇല്ല. അന്നേരം കുട്ടി അങ്ങനെ ഞാൻ അറിഞ്ഞില്ല കുട്ടി അങ്ങനെ ചോദിക്കുന്നു. ഇതിനു മുന്നേ നമ്മൾ ആമിന ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ചോദ്യം ആമിനയിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്പം പ്രേക്ഷകരുടെ മുന്നേ നിങ്ങൾ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ അതിന്റെ പേരിൽ ഏറ്റവും നിറഞ്ഞു. ഞാൻ നല്ല തിരക്കായപ്പോ ഞാനിതൊന്നും കണ്ടില്ല.
എന്നോട് കുറെ പേര് ചോദിച്ചു സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് അല്ല, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ആ കുട്ടിയോട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ എന്തായാലും എനിക്ക് ദേഷ്യമൊക്കെ മാറി. സോറി. എന്തായാലും എല്ലാരും വിചാരിച്ചു വെച്ചെങ്കിൽ നമ്മൾ തമ്മിൽ ഇപ്പോഴും എന്തോ ദേഷ്യം പോലെയാണ്. ഒരു ദേഷ്യമില്ല, അന്നുണ്ടായിരുന്നു കേട്ടോ ആമിന, അന്ന് നല്ല ദേഷ്യമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം സ്ക്രിപ്റ്റഡ് അല്ല, അപ്പൊ നമുക്ക് ദേഷ്യം വരും, നല്ല രീതിയിൽ ദേഷ്യം വരും. നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോയതും. മനസ്സിലായി. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മള്